എസ്റ്റേഡിയോ മോണുമെന്റലിൽ ലിയോ മെസ്സി 75,000 കാണികളുടെ നടുവിൽ വേൾഡ് കപ്പ് പ്രദർശിപ്പിച്ച് തല ഉയർത്തി നിൽക്കുന്നത് ജീവിതത്തിൽ തന്നെ ഏറ്റവും സംതൃപ്തി തരുന്ന രംഗങ്ങളിൽ ഒന്നാണ്. ആൽബിസെലസ്റ്റ് നിറങ്ങളിൽ ഒരു സ്റ്റേഡിയം അയാളുടെ നാമം മാർത്തു വിളിക്കുന്നതും ഗാനങ്ങൾ പാടുന്നതും എന്തൊരു ഗംഭീര നിമിഷങ്ങളായിരുന്നു. ആ വീഡിയോകൾ വീണ്ടും വീണ്ടും പ്ലേ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കെപ്പോഴോ ശരീരത്തിൽ ഒരു കുളിര് വീഴ്ത്തിക്കൊണ്ട് ആ ചിന്ത ഇങ്ങനെ കടന്നു പോകുന്നുണ്ടായിരുന്നു. 100,000-ഓളം വരുന്ന ക്യാമ്പ് നൗ എങ്ങനെയായിരിക്കണം അയാളെ വരവേറ്റിട്ടുണ്ടാവുക. ഒരു ദശകം മുമ്പ് സ്പാനിഷ് ടീമിൻ്റെ ബഹുഭൂരിപക്ഷത്തെയും നൽകി ലോകകപ്പ് കിരീടം നേടിക്കൊടുത്ത ഈ ക്ലബിനും ആരാധകർക്കും ലയണൽ മെസ്സിയുടെ വേൾഡ് കപ്പ് ശരിക്കും എന്താണ്? മെസ്സി ബാഴ്സയ്ക്ക് എന്തെല്ലാമായിരുന്നു? അത് ആഴത്തിലറിയാൻ ബാഴ്സയോടൊപ്പം തന്നെ പിന്നിലേക്ക് സഞ്ചരിക്കണം. സ്പാനിഷ് സിവിൽ വാറിന് ശേഷം കാറ്റലാൻ ജനതയും ഫുട്ബോൾ ക്ലബ് ബാഴ്സയും തമ്മിൽ അതിവൈകാരികമായ ബന്ധം ഉടലെടുക്കുന്നത് കാണാം. ആ അടുപ്പം കൊണ്ടും യുദ്ധാനന്തര സമൂഹത്തിന് വിനോദോപാധിയായും ബാഴ്സയുടെ കളികൾ മുൻപത്തേതിലും 3 മടങ്ങധികം ജനപങ്കാളിത്തം ലഭിക്കുന്നതോടെയാണ് ബാഴ്സലോണ എന്ന ഫുട്ബോൾ ക്ലബിൻ്റെ വളർച്ച ആരംഭിക്കുന്നത്. ആ ക്ലബും സ്റ്റേഡിയവുമായിരുന്നു ബാഴ്സലോണ നഗരത്തിൻ്റെ സന്തോഷവും ആവേശവും. അതോടൊപ്പം കുബാലയെപ്പോലുള്ള സൂപ്പർ സ്റ്റാറുകൾക്ക് കളിക്കാൻ പെരുമക്കത്ത് സ്റ്റേഡിയങ്ങൾ വേണമെന്നും ആവശ്യങ്ങൾ ഉയർന്നു. ഇതിൻ്റെ ആദ്യപടിയായി ക്ലബ്ബ് 90,000 പേർക്ക് ഇരിക്കാവുന്ന എസ്റ്റേഡിയോ ഡെൽ ബാഴ്സ അഥവാ ക്യാമ്പ് നൗ എന്ന പുതിയ സ്റ്റേഡിയത്തിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെടുകയാണ്. സാമ്പത്തികപരമായും സാമൂഹികപരമായും വളരാൻ ആഗ്രഹിക്കുന്ന ക്ലബിനെ സംബന്ധിച്ച് ഇത് വളരെ ശക്തമായ ഒരു നടപടിയായിരുന്നെങ്കിലും കളിക്കളത്തിലെ പ്രകടനം കൊണ്ട് ഈ ഉദ്ദേശത്തെ സാധൂകരിക്കാനാവാതെ പോയി. നീണ്ട 15 കൊല്ലങ്ങൾ ലാലിഗ പോലും നേടാനാവാതെ ആത്മവീര്യം നഷ്ടപ്പെട്ട ക്ലബിനെ വീണ്ടെടുക്കാൻ വന്ന അവധൂതനായിരുന്നു യോഹാൻ ക്രൈഫ്. യോഹാനായിരുന്നു വീണ്ടും ഒരു വലിയ ക്ലബ്ബ് എന്ന വസ്തുത ബാഴ്സയെ ഓർമ്മപ്പെടുത്തുന്നത്. ക്യാമ്പ് നൗവിനെ അടിസ്ഥാനപ്പെടുത്തി ക്ലബ്ബ് വിപുലപ്പെടുത്താൻ ആവശ്യപ്പെട്ടതും യോഹാനായിരുന്നു. പിന്നെയും ഒരു ദശാബ്ദത്തിനു ശേഷം ജയം ഒരു ശീലമാക്കാൻ പരിശീലക വേഷത്തിൽ യോഹാൻ വരേണ്ടി വന്നു. ലോകം പുതിയൊരു നൂറ്റാണ്ടിനെ സ്വാഗതം ചെയ്ത 2000-ൽ FC ബാഴ്സലോണയും ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. 3 തലങ്ങളിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്. 1. ഭരണം. ബാഴ്സ അഡ്മിനിസ്ട്രേഷൻ ചരിത്രത്തിൽ തന്നെ മോശം എന്ന് വിലയിരുത്തപ്പെടുന്ന ഗാസ്പോർട്ട് ഇറയിലൂടെ കടന്നുപോയി, അഥവാ പ്രസിഡന്റ് ജോൺ ഗാസ്പോർട്ടിൻ്റെ നേതൃത്വത്തിൽ. 2. പ്രകടനം. യൂറോപ്യൻ നേട്ടങ്ങളിലും ലീഗിലും മാഡ്രിഡിന് ഒരു വെല്ലുവിളി നൽകാൻ അന്ന് ബാഴ്സയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ക്രൈഫ് സൃഷ്ടിച്ചെടുത്ത ഡ്രീം ടീമിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു ബാക്കി. 3. പ്രതിച്ഛായ. 2000 ജൂലൈയിൽ ലൂയി ഫിഗോയുടെ കോളിളക്കം സൃഷ്ടിച്ച ട്രാൻസ്ഫർ ക്ലബിൻ്റെ പ്രതിച്ഛായ തകർച്ചയ്ക്കും ക്ലബിനുള്ളിൽ തന്നെ അസ്ഥിരതയ്ക്കും വഴിവെച്ചു. കാറ്റലൻ ദേശീയതയുടെ മറുപേരായി നിലകൊണ്ടിട്ട് പോലും തകർച്ചയിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുന്ന ബാഴ്സയ്ക്ക് കാലം കാത്തുവെച്ച കാവ്യനീതിയുടെ പേരായിരുന്നു ലയണൽ മെസ്സി. യോഹാൻ എന്ന പ്രവാചകന്റെ സുവിശേഷത്തിന് പൂർത്തീകരണം വരുത്താൻ ഒരു മിശിഹ അവതരിക്കണമായിരുന്നു. 2000 സെപ്റ്റംബറിൽ ജീവിതത്തിന്റെ കഠിന പരീക്ഷകളെ അതിജീവിക്കാൻ ഭാഗ്യം തേടിയെത്തിയ ഒരു 13 വയസ്സുകാരനെ സെലക്ഷന് വിധേയമാക്കിയത് അവരുടെ ചരിത്രത്തെ തന്നെയാണ് മാറ്റിമറിച്ചത്. ലീഗൽ ഇഷ്യൂ കാരണം മെസ്സി തുടക്കത്തിൽ കാറ്റലൻ ലീഗും ഫ്രണ്ട്ലിയും മാത്രമാണ് കളിച്ചു പോന്നിരുന്നത്. ക്ലബിന്റെ കീഴിൽ വളർച്ചാ ഹോർമോൺ ചികിത്സയ്ക്ക് ശേഷം ബാഴ്സയുടെ ഐതിഹാസിക ബേബി ഡ്രീം ടീമിന്റെ ടോപ്പ് സ്കോററായി തുടങ്ങിയ മെസ്സി പക്ഷേ സുഹൃത്തുക്കളായ പികെയും സെസ്കും ക്ലബിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോഴും ആഴ്സണലിന്റെ ഓഫറും നിരസിച്ച് ക്ലബിൽ തുടർന്നു. പിന്നീട് 3-4 കൊല്ലത്തിനുള്ളിൽ എല്ലാവരെയും അമ്പരപ്പിച്ച് സീനിയർ ടീമിലേക്ക് നടന്നു കയറി. വീണ്ടും ഒരു 5 കൊല്ലത്തിനുള്ളിൽ യൂറോപ്യൻ ചരിത്രത്തിൽ ആരും കൊതിപ്പിക്കുന്ന സെക്സ്റ്റ്യുപ്പിൾ എന്ന പരിപൂർണതയിലേക്ക് 110 കൊല്ലം പഴക്കമുള്ള ക്ലബിനെ കൈപ്പിടിച്ചു കയറ്റുമ്പോൾ തകർന്നു വീണത് അന്നത്തെ ചുറ്റുമുള്ള മറ്റു യൂറോപ്യൻ ക്ലബ്ബുകളുടെ അഹംഭാവമായിരുന്നു. വെറും 22 വയസ്സുകാരൻ്റെ മായാജാലം കാണാൻ ആ നഗരം സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിത്തുടങ്ങി. വിജയം ഒരിക്കലും സ്ഥിരമല്ലാതിരുന്ന ഒരു ക്ലബിന്റെ പ്രതിച്ഛായയും പ്രകടനപരതയും പിന്നീട് അങ്ങോട്ട് ഒരു ദശാബ്ദത്തിലധികം ഒരാളുടെ ചുമലിലാണ് മുന്നോട്ട് പോകുന്നത്. അയാളുടെ തണലിൽ ക്ലബിന്റെ സാമ്പത്തിക ചാലകങ്ങളും ദൃഢമായി. അയാളെ ആ സ്റ്റേഡിയത്തിന്റെ മാറിൽ ഒരു നോക്ക് കാണാൻ സമ്പാദ്യം സ്വരുക്കൂട്ടി സ്വപ്നങ്ങളുടെ ഭാണ്ഡങ്ങളും പേറി എത്ര പേർ ആ നഗരത്തിൽ വന്നു പോവാറുണ്ടെന്നതിന് കണക്കുകളില്ല. അയാളോളം ആ സ്റ്റേഡിയത്തെ മറ്റൊരാളും ഉത്തേജിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുമില്ല. അയാളോളം മറ്റാരുടെയെങ്കിലും നാമങ്ങൾ അവിടെ ഉരുവായിട്ടുണ്ടെന്ന് തോന്നുന്നുമില്ല.
എന്നിരുന്നാലും അയാളും ആ സ്റ്റേഡിയവും തമ്മിലുള്ള ബന്ധം വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് സംശയമാണ്. 1.5 ദശാബ്ദം എന്ന തീർത്തും അവിശ്വസനീയമായ സമയത്തിന്റെ ഫ്രെയിമിൽ കണ്ടുമുട്ടുമ്പോഴൊക്കെ നിങ്ങളെ ഫുട്ബോളിന്റെ ശൃംഖത്തിലെത്തിക്കുക, അത്ഭുത നിമിഷങ്ങൾ സമ്മാനിക്കുക, പരസ്പരം കരുതുക. പലപ്പോഴും ഇത് മെസ്സിയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയായിരിക്കുമെന്ന് വിഭാവനം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. തൻ്റെ ലൈഫിലെ ഒരു മോശം ദിവസം മറക്കാൻ അളവും മതിരും വയ്ക്കാതെ തന്നെ സ്നേഹിക്കുന്ന ക്യാമ്പ് നൗവിൽ കളിക്കാൻ കാത്തിരുന്ന മെസ്സിയെ കാണാൻ പറ്റിയിട്ടുണ്ടോ? പറ്റേണ്ടതാണ്. ആദ്യമൊക്കെ 90 മിനിറ്റുകൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൗമാരക്കാരൻ്റെ സ്വപ്നമായും പിന്നീട് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള യുവതാരമായും ഏറ്റവും മികച്ച കളിക്കാരനായും പിന്നീട് ക്യാപ്റ്റനായിട്ടൊരു ട്രാൻസിഷനായിട്ടുമൊക്കെ അത് വളരുന്നതും എല്ലാത്തിനും സാക്ഷിയായി ആ ഐതിഹാസിക മൈതാനം തെളിഞ്ഞു വരുന്നതും. വെറുമൊരു ഔട്ട്സൈഡറായ അയാൾക്ക് ഏറ്റവും വലിയ ആശ്വാസവും ആത്മവിശ്വാസവും നൽകിയിരുന്ന ആ സ്റ്റേഡിയവുമായി അയാൾ അങ്ങനെയൊരു മാജിക്കൽ കണക്ഷൻ സൃഷ്ടിച്ചെടുക്കുന്നത്. ഈ സ്റ്റേഡിയവും അതിലെ ആളുകളും എന്നേക്കും അയാളുടെ തന്നെ സ്വത്വത്തിൻ്റെ തന്നെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ലിയോ എന്ന വേൾഡ് ചാമ്പ്യനെ ആഘോഷിക്കാൻ ക്യാമ്പ് നൗവിനേക്കാൾ ഏറ്റവും അർഹതപ്പെട്ടതും ആഗ്രഹിക്കുന്നതുമായ വേദി മറ്റൊന്നുമുണ്ടെന്ന് തോന്നുന്നില്ല. പടിയിറക്കി പറഞ്ഞയച്ചിട്ടും അയാൾ എന്തൊരു പ്രണയമായിരുന്നു നമുക്കെന്ന് ആലോചിക്കാത്ത ദിവസങ്ങൾ ജീവിതത്തിലില്ല. പണ്ടൊരിക്കൽ എഴുതി വെച്ചതുപോലെ ഇനി അയാളുടെ കരിയറിൽ ബാക്കിയുള്ളത് വീട്ടിലേക്കുള്ള തിരിച്ചുവരവാണ്, രാജകീയമായ തിരിച്ചുവരവ്. അയാൾ ഇന്നിവിടെ ഇല്ലെന്നത് പോലും നമ്മുടെ ആഘോഷങ്ങൾക്ക് ഒരു തടസ്സമല്ല. ജീവിതത്തിലെ പല ലെയറുകളായും ആത്മാവാൽ തന്നെയും ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന അയാളെ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ എന്തിനു മടിക്കണം? ആ പുൽനിരകളിൽ മായാജാലം ഒരുക്കുന്ന ഇടങ്കാൽ സ്പർശിക്കുന്നത് വീണ്ടും കാണാൻ, സിരകളിൽ ഒരിക്കൽ വേർപിരിയാതെ ഒഴുകിയിരുന്ന ആ പ്രണയം ഒരിക്കൽ കൂടെ അനുഭവിക്കാൻ, ഒരിക്കലും സ്വന്തമാവില്ലെന്നും എക്കാലത്തേക്കും പിടിച്ചു നിർത്താൻ പറ്റില്ലെന്നും അറിഞ്ഞുകൊണ്ട് ശബ്ദബീജികളാൽ അയാളെ പുണരാൻ, ഇന്നോളം മറ്റൊരു ബാഡ്ജിലും വീഴാത്ത അയാളുടെ ചുംബനങ്ങൾ ഒരിക്കൽ കൂടെ കൺനിറയെ കാണാൻ, ഉള്ളുനിറയെ വിട്ടുകളഞ്ഞതിൻ്റെ കുറ്റബോധത്തോടെ നീറിയിരിക്കുന്ന ഒരു ജനത അയാളുടെ വരവും കാത്തിരിക്കുന്നുണ്ട്. പ്രകടനവും പ്രതിച്ഛായയും തകർന്നു കിടക്കുന്ന അവർ എന്നത്തെക്കാളും അധികമായി ഒരു മിശിഹായെ ആഗ്രഹിക്കുന്നുമുണ്ട്. And we know no God man other than Lionel Andres Messi Cucicini, the greatest ever, the was the greatest ever, the is, and the greatest ever the will be. ഇതിലെല്ലാം ഉപരി തൻ്റെ കാൽപാദങ്ങൾ വിടരുന്നത് കണ്ട തനിക്ക് ചായാൻ ഒരു സാമ്പ മജീഷ്യന്റെ ചുമലുകൾ ഒരുക്കിയ, തൻ്റെ ഇടംകാലിൻ്റെ മാസ്മരികതയെ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുത്ത, താൻ സൃഷ്ടിച്ചെടുത്ത ഓരോ സർഗാത്മക നിമിഷങ്ങളെയും അംഗീകരിച്ചാസ്വദിച്ച ആ പുൽമൈതാനത്ത് തൻ്റെ നാമം ശ്വാസമായും ശബ്ദമായും വിഹരിക്കുന്ന രാത്രികളിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് മിശിഹായെ കണ്ട് തരിച്ചിരിക്കുന്ന ആ ബ്ലോഗ്രാന വിശ്വാസ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരിക്കൽ കൂടി ആ നിറങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ ആ ദൈവം ആഗ്രഹിക്കാത്ത ദിവസങ്ങളുണ്ടാകുമോ? കാവ്യനീതിയുടെ പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം എന്നേക്കുമായി അടയ്ക്കും മുമ്പ് കഥാന്ത്യം ഒന്നുകൂടി മാറ്റി എഴുതാനുണ്ട്. അയാൾ വരുമ്പോൾ അയാളുടേത് മാത്രമായി മാറുന്ന നൗ ക്യാമ്പിൽ തൻ്റെ അവസാനത്തെ നടനമാടിക്കൊണ്ട് തിരിച്ചു വരാത്തൊരു മായാവനത്തിലേക്ക് എന്നേക്കുമായി അയാൾ ഓടി മറയാത്തതിൽ കുറഞ്ഞതൊന്നും അപൂർണമായിരിക്കും എന്നതുകൊണ്ട് തന്നെ.